വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പോലീസ് ആസ്ഥാനത്ത് നീക്കം. വിഷയത്തിൽ എഡിജിപിയോട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നേരിട്ട് വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘം നിർണായക വ്യക്തത വരുത്തി നൽകിയ പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ എഡിജിപി അജിത് കുമാർ 2 ദിവസത്തിനകം ഔദ്യോഗികമായി മറുപടി പറയേണ്ടി വരും. വിശദീകരണം ലഭിച്ച ശേഷം ഇത് പരിശോധിച്ച് ബോധ്യപ്പെട്ട് എഡിജിപിക്കെതിരെ ആവശ്യമായ വകുപ്പുതല അന്വേഷണത്തിനോ നടപടിക്കോ ഉള്ള അന്തിമ ശുപാർശ പോലീസ് മേധാവി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കൈമാറും. അടുത്ത ആഴ്ചയോടെ തന്നെ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. നടപടിക്രമങ്ങളെല്ലാം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് നിർദ്ദേശം. നിലവിലെ വിവരമനുസരിച്ച് എഡിജിപിക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിജിപി റാങ്കിലേക്ക് ലഭിക്കേണ്ട സ്ഥാനക്കയറ്റം തടഞ്ഞുവച്ചേക്കും. മുമ്പ് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകൾ പൂർണ്ണമായി പരിഹരിച്ചാണ് SIT പുതിയ അന്വേഷണ റിപ്പോർട്ട് ഡിജിപിക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നത്. കേസിന്റെ അന്വേഷണത്തിൽ എഡിജിപി വലിയ വീഴ്ച വരുത്തുകയും നടപടിക്ക് അട്ടിമറിക്കുകയും ചെയ്തുവെന്ന കണ്ടെത്തൽ പുതിയ റിപ്പോർട്ടിലും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനു മുൻപ് അജിത് കുമാർ നൽകിയ മറുപടികൾ തള്ളിക്കളയുന്നതാണ് ഇത്തരത്തിൽ SITയുടെ പുതിയ കണ്ടെത്തലുകൾ. നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ പോലീസ് മേധാവി മുൻകൂട്ടി നിയമോപദേശം തേടിയിരുന്നു. ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്തി നിഗമനങ്ങളോടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ SITയോട് ആവശ്യപ്പെട്ടത്. നിയമപരമായ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയ ശേഷമാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് കേസിന് ആധാരം. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ കേസിലെ തുടരന്വേഷണം ഉന്നത തലത്തിൽ വെച്ച് അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണത്തിലാണ് SIT അന്വേഷണം നടത്തിയത്. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന എഡിജിപിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് കേസ് അട്ടിമറിക്കപ്പെട്ടതെന്ന കണ്ടെത്തലിൽ SIT ഉറച്ചു നിൽക്കുന്നത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കുന്ന രീതിയിൽ അന്വേഷണം തിരിച്ചുവിട്ടോ എന്ന കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിച്ചത്. അതിനിടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കാൻ വൈകുന്നതിൽ ഭരണതലത്തിൽ അമർഷം ഉയർന്നിരുന്നു. തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും പോലീസ് മേധാവിയോട് വിശദീകരണം തേടുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് അതിവേഗത്തിൽ വ്യക്തത വരുത്തിയുള്ള റിപ്പോർട്ട് കൈമാറിയത്. മറുഭാഗത്ത് സംഭവത്തിൽ മർദ്ദനമേറ്റ AD തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ശക്തമായ നിയമരാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ഇവർ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ടു കണ്ട് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ്. പോലീസ് സേനയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ അടുത്ത ആഴ്ച തന്നെ തീരുമാനമുണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെ ആഭ്യന്തര വകുപ്പിന്റെ അടുത്ത നീക്കം നിർണായകമാകും.